ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. പ്രതീക്ഷ മറുപടി അവനിൽ നിന്ന് കിട്ടാതെ വന്നപ്പോൾ അല്പം വിഷമത്തോടെ അവൾ മുറിവിട്ടിറങ്ങി. അപ്പോഴാണ് ബാൽക്കണിയിൽ അവന്റെ ഉമ്മ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അവൾ കാണുന്നത്. പതിയെ ചൂടുകൾ ഉമ്മാക്ക് നേരെ തിരിച്ചു. മാമി. അവളുടെ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ ആ ഫോൺ സംഭാഷണം തൽക്കാലം അവസാനിപ്പിച്ചു. എന്താ മോളെ? ഒരു ചിരിയോട് അവർ സോനയ്ക്ക് നേരെ ചോദ്യം എറിഞ്ഞു. അത് മാമി, ഫെബിക്കാക്ക് എന്തോ ടെൻഷനുള്ള പോലെ. അവിടുന്ന് വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, ഒരാലോചനയും മൂടിക്കെട്ടിയുള്ള ഇരിപ്പൊക്കെ. ആ പെണ്ണിനെ ഇക്കാക്ക് ഇഷ്ടായില്ലേ എന്നൊരു തോന്നല്. നീ ഒന്ന് പോയേ പെണ്ണെ അവിടുന്ന്. ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം എന്താ മോൾക്കൊരു കുഴപ്പമുള്ളു? നല്ല കുട്ടിയാവള്, എനിക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കാതെ എങ്ങനെയെങ്കിലും ഇത് നടക്കാൻ പ്രാർത്ഥിക്കുന്നേ. അല്പം ഗൗരവത്തോടെ പറഞ്ഞോട് ആൾക്കുമ്പിൽ നിന്ന് അവർ നടന്നു നീങ്ങി. ഉമ്മയുടെ ആ പ്രതികരണം സോനിൽ തെല്ലി നീരസം ഉണ്ടാക്കി. മുഖം ചുളിച്ചുകൊണ്ട് അവർ പോകുന്ന വഴി അവൾ നോക്കി നിന്നു. ഉമ്മയുടെ മടിയിൽ തലവെച്ച് ശാന്തമായ ആകാശത്തിൽ അമ്പിളിക്ക് ചുറ്റും ചിതറിക്കിടക്കുന്ന നക്ഷത്ര കുഞ്ഞുങ്ങളെയും നോക്കി കിടക്കുകയായിരുന്നു ഷിഹാബ്. ഉമ്മയുടെ വിരലുകൾ വീണ്ടും വീണ്ടും അവന്റെ മുടികളെ തലോടിക്കൊണ്ടിരുന്നു. എല്ലാം എന്റെ കുട്ടി വിചാരിച്ച പോലെ റാത്തായി നടന്നില്ലേ? എല്ലാം മംഗളമായി. അല്ലെങ്കിലും എന്റെ മോൾ കുറച്ച് വികൃതി ഉണ്ടെന്നല്ലാതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നൊന്നും അവൾ ഇന്നേവരെ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് നല്ലതേ അവൾക്ക് വന്ന് ചേരുകയുള്ളൂ. അവന്റെ അഭിപ്രായം ഉമ്മയെ ശരിവെച്ചു. ഉമ്മ, ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. എന്താടാ? ഞാനൊരു കല്യാണം കഴിച്ചാലോന്ന് ആലോചിക്കുക. ഷ്യാബിന്റെ പറച്ചിൽ കേട്ട് ഉമ്മ വാവിളിച്ചു. അവരുടെ മുഖത്തേക്ക് തലയിരിച്ച് അവൻ നന്നായിട്ടൊന്ന് ഇളിച്ചു കൊടുത്തു. നീ കാര്യമായിട്ട് പറഞ്ഞാണോടാ? അതേ ഉമ്മ. ഒരു പെൺകുട്ടി ഇഷ്ടം പറഞ്ഞ പുറകെ നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇനി അത് കണ്ടില്ല നടിക്കാനെ കൊണ്ട് പറ്റുന്നില്ല. ആള് ടീച്ചറാ, പക്ഷെ നമ്മളെ പോലെ സ്വത്തും പണവും പ്രതാപൊന്നും അവർക്കില്ല. പാവപ്പെട്ട ഫാമിലിയാ. പടച്ചോര ആവശ്യത്തിന് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അത് മതി. മൂത്താപ്പമാർക്ക് പോകുന്നതിന് മുന്നേ ഉമ്മ ഇതും കൂടെ പറഞ്ഞു സെറ്റാക്കി തരണം. അമ്പട കേമാ, നിന്റെ മനസ്സിൽ ഇങ്ങനെ രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നോ? എന്തായാലും എന്റെ മോനൊരു ആഗ്രഹം പറഞ്ഞല്ലേ, എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഞാൻ പ്രണയിച്ചാണെന്ന് കുട്ടികളാരും അറിയണ്ട കേട്ടോ. എന്നെ കുറിച്ച് അവരൊക്കെ എന്ത് കരുതും? നീ പേടിക്കണ്ട, അതൊന്നും ഞാൻ ആരോടും പറയില്ല. ഉമ്മയുടെ സപ്പോർട്ട് അവന്റെ മനസ്സിനേറെ സന്തോഷിപ്പിച്ചു. ആ നിമിഷം തന്നെ അവനും കിനാവ് കൊണ്ട് തുടങ്ങി. ഉറക്കച്ചടവോടെ കണ്ണുകൾ വലിച്ചോർന്ന് ആദ്യം നോക്കിയത് ചുമരിലെ ക്ലോക്കിലേക്കാണ്. സമയം 6 അടുക്കുന്നു. ദേഹത്തെ പുതപ്പ് മാറ്റി കട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവൾ നേരെ ബാത്റൂമിലേക്ക് നടന്നു. എന്താണ് കാരണമെന്നറിയില്ല, മനസ്സിനൊരു സുഖം തോന്നിയില്ല. എത്രയോ തവണ ഇന്നലെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ടുണ്ട്. ആകെ മൊത്തത്തിലൊരു ഇറിറ്റേഷൻ. ഇടയ്ക്കിടെ സാറിന്റെ മുഖം ഓർമ്മ വരുന്നു. ഈ ബന്ധത്തിന് ഒട്ടും താല്പര്യമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് കാര്യങ്ങൾ ഇനി എന്താവുമോ എന്തോ. ഓരോന്നും ചിന്തിച്ച് സമയം പോയി. അവൾ വേഗത്തിൽ ഫ്രഷ് ആവാൻ തുടങ്ങി. ശേഷം സുബഹി നിസ്കരിച്ച് ദുആ ചെയ്തു. നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റപ്പോഴും ആഷി നല്ല ഉറക്കത്തിലാണ്. ഒരു പേനയും പേപ്പറും എടുത്ത് അവൾ റൂമിനോട് ചുമരിനോട് ചേർന്ന് നിൽക്കുന്ന സോഫയിലേക്ക് ചെന്നിരുന്നു. മനസ്സിലുള്ള ഓരോ കാര്യങ്ങളും അതിലേക്ക് കുത്തിക്കുറിക്കാൻ തുടങ്ങി. നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. നേരിൽ കണ്ട പരിചയമില്ലാത്തതുകൊണ്ട് പ്രണയം തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നോളം എനിക്ക് ലഭിച്ച നിങ്ങളുടെ ലേഖനങ്ങളിലെല്ലാം താങ്കളുടെ മനസ്സിൽ എന്നോടുള്ള പ്രണയം തുളുമ്പുന്ന വരികളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു മറുപടി കത്ത് എഴുതാൻ തീരുമാനിച്ചത്. ഇനി എനിക്ക് വേണ്ടി എഴുതരുത്, എന്നെ കാത്തു നിൽക്കുകയും ചെയ്യരുത്. വീട്ടുകാരുടെ ഇഷ്ടത്തോടെ എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അതുകൊണ്ട് ആ മനസ്സിൽ നിന്നും എന്നേക്കുമായി എന്നെ പറിച്ചു കളയണം. അത്രയും എഴുതി അവളൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. വരികളിൽ തെറ്റു വന്നിട്ടില്ലെന്ന് ഉറപ്പിക്കാൻ ഒന്നുകൂടി അതിലൂടെ കണ്ണോടിച്ചു. ശേഷം പേപ്പർ 4 മടക്കി എന്നും ലെറ്റർ ഇട്ടുന്ന ബാഗിന്റെ അറയിലേക്ക് വെച്ചു. അപ്പോഴേക്കും ആഷി എഴുന്നേറ്റിരുന്ന കണ്ണുകൾ തിരുമാൻ തുടങ്ങിയിരുന്നു. ആഷി, ഞാനൊരു കത്തെഴുതി. ആർക്ക്? ഓർക്കച്ചടകൂടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്റെ അജ്ഞാത കാമുകന്. വാട്ട്? ഭ്രാന്തായ നിനക്ക്? ആഷി സ്വല്പം ഈർഷ്യയോടെ നെറ്റി വിളിച്ചു. എനിക്ക് ഭ്രാന്തായതല്ലേടാ, പറയണ്ടേ അയാളോട് ഇനി എനിക്കായിട്ട് പ്രണയാക്ഷരങ്ങളെ കുറിച്ച് കാത്തിരിക്കത്തെന്ന്? ഇല്ലെങ്കിൽ ചതിയായി പോവില്ലേ? അത് ശരിയാ. അയാൾ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും അറിയാതെ എത്ര കാലം വേണമെങ്കിലും നിനക്കായിട്ട് കാത്തിരിക്കാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ നല്ല ഇതുപോലെ മറുപടി കത്ത് എഴുതി വിവരം ധരിപ്പിക്കുന്ന തന്നെയാണ്. എങ്കിലും ഒന്ന് സൂക്ഷിച്ചോ. പ്രേമമാസ്തിക്ക് പിടിച്ച പോലെ സഹിക്കുകയാണെങ്കിൽ ആസിറ്റ്, വെട്ട്, കുത്ത്, കൊല, പീഡനം ഇതിലേതെങ്കിലും ഒന്നിനും സാധ്യത കാണുന്നുണ്ട്. അതും പറഞ്ഞ് തെള്ളി കൂസലമില്ലാതെ അവൻ എഴുന്നേറ്റ് പോയി. ആദിയുടെ ഉള്ളിൽ നിന്നൊരു ആന്തിൽ പുറപ്പെട്ടു. നേരിയ ഭയം വന്ന് അവളുടെ സ്വസ്ഥത ഇല്ലാതാക്കാൻ തുടങ്ങി. ചിന്തയോടെ അവൾ ആ കട്ടിലേക്ക് ഇരുന്നു. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് ഉപ്പ പത്രത്തിൽ നിന്ന് തലയുയർത്തി ആ ഭാഗത്തേക്ക് നോക്കി. ഫെബി ജോഗിങ് കഴിഞ്ഞു വരുന്ന വഴിയാണ്. നീ ആ കുട്ടിയെ വിളിച്ചു നോക്കിയിരുന്നോടാ? അവനടുത്തെത്തിയത് അയാൾ ചോദിച്ചു. ഇല്ലപ്പ, കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറൊന്നും അറിയില്ലല്ലോ. ഇന്ന് തന്നെ ഒരു സിം കാർഡ് റെഡിയാക്കി അവളുടെ കൈ കൊടുക്കണം. എങ്കിലേ ഞങ്ങൾക്കും അവളെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റൂ. പറ്റുമോ നോക്കട്ടെ. അതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോയി. കുളിക്കുമ്പോഴും വസ്ത്രം മാറുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും എല്ലാം അവന്റെ മനസ്സിൽ ആദിയുടെ മുഖമായിരുന്നു. അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുമോ എന്നൊരു തോന്നൽ ഇടയ്ക്കിടെ അവന്റെ ഉള്ളിൽ ഉയർന്നുകൊണ്ടിരുന്നു. എന്താണ്
കണ്ണാടിക്കൊമ്പിൽ നിന്ന് തിരിഞ്ഞു മറിഞ്ഞു നിന്ന് നോക്കുന്നു. എത്ര മേക്കപ്പ് ചെയ്തിട്ട് മതിയായില്ല എന്നൊരു തോന്നലുണ്ടോ? ആഷിയുടെ ശബ്ദം കേട്ട് ആദ്യം തിരിഞ്ഞു നോക്കി. ഒന്ന് പോച്ചേക്ക അവിടുന്ന്. അല്ല, കാണാൻ അവിടെ ആളുണ്ടല്ലോ, അതാ ഞാൻ ചോദിച്ചത്. അവന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി തെളിഞ്ഞു. പിന്നെ അങ്ങേർക്ക് എന്നെ നോക്കിയിരിക്കലൊരു ജോലി. ഇന്നു മുതൽ എന്റെ ഉള്ള സ്വാതന്ത്ര്യം കൂടി പോയി കിട്ടും. ആ ടെൻഷനിലാണ് ഞാൻ. ആദ്യം മുഖം കൂട്ടി. പെട്ടെന്നോ, എല്ലാവരും കഴിക്കായിരുന്നു. ഇക്ക നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഞാനതാ വന്നു. അവരൊരുമിച്ച് താഴേക്ക് ഇറങ്ങി. പറഞ്ഞ പോലെ ഡൈനിങ് ടേബിൾ എല്ലാവരും കഴിച്ചു തുടങ്ങിയിരുന്നു. അതിലേക്ക് ആദ്യം ആഷിയും കൂടെ പങ്കുചേർന്നു. ചില്ലറ വർത്തമാനങ്ങളുമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ പെട്ടെന്ന് ആ വിഷയം എടുത്തിരുന്നത്. ആദിയുടെ കാര്യം ഏകദേശം തീരുമാനമായില്ലേ? ഇനി എന്റെ മോനൊരു പെണ്ണ് വേണം, അവനും വേണ്ട ഒരു കൂട്ട്. ഇത്ര ചെറുപ്പത്തിലെയോ? അതിന് മാത്രമുള്ള വയസ്സൊക്കെ ആയോ അവന്? ഒരു പെൺകുട്ടിയെ നോക്കാനുള്ള പക്വതയൊക്കെ എത്തി അവന്? മൂത്താപ്പയുടെ ചോദ്യം ശരം വിട്ട പോലെ ഓരോന്നായി ഉമ്മയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. കൊല്ലങ്ങളായിട്ടൊരു പെണ്ണുമായിട്ട് പ്രണയത്തിലാവൻ. ആദിയുടെ കാര്യമൊന്നും റെഡിയാവാൻ കാത്തിരിക്കായിരുന്നു ഇതുവരെ. ഹിറ്റ്ലർക്ക് പ്രണയോ? ഉമ്മ പറഞ്ഞു കേട്ട് ആദ്യ ആശയും വാവിളിച്ചുകൊണ്ട് ഷിയാബിനെ നോക്കി. അവനാകെ ചമ്മി ഇളിഞ്ഞിട്ടുണ്ടെന്ന് ആ മോന്ത കണ്ടാൽ അറിയാം. നിങ്ങൾ പോകുന്നതിന് മുന്നേ അതങ്ങ് നടത്തി കൊടുക്കണം. പിന്നെ പെൺകുട്ടി പാവപ്പെട്ട വീട്ടിലെയാണ്. അവനതൊന്നും പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അതിലൊന്നും തലയിടേണ്ട ആവശ്യമില്ല. എങ്ങനെയെങ്കിലും അവന് ഈ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ടിയാ മതി. ആദ്യത്തെ ഞെട്ടിൽ മാറുന്നതിന് മുമ്പ് തന്നെ ഉമ്മ അടുത്ത ആറ്റം ബോംബിട്ട് പൊട്ടിച്ചു. വായിലിട്ട ഭക്ഷണം പോലും ഇറക്കാൻ കഴിയാതെ ഷിയാബ് കുഴഞ്ഞു. എല്ലാവരുടെയും അർത്ഥം വെച്ചുള്ള നോട്ടവും ചിരിയും അവന് താങ്ങാൻ പറ്റാതെയായി. പള്ളിയടിച്ചുകൊണ്ട് ആ ഉമ്മയെ ഒളികണ്ടിട്ടും നോക്കി. ശബ്ദമില്ലാതെ കുലുങ്ങിച്ചിരിക്കുന്ന അവരെ കണ്ടതും ഉമ്മ നൈസായിട്ട് പണിയൊന്നാണെന്ന് അവന് മനസ്സിലായി. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ തലയനക്കി. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. തിരിച്ചു പോണതിന് മുന്നേ ആ കുട്ടിയുടെ വീട്ടിൽ പോയി വേണ്ടെന്നാ വെച്ചാ നമുക്ക് അതങ്ങ് ചെയ്തു കളയാം. മൂത്താപ്പ തീരുമാനം പറഞ്ഞു. മുതിർന്നവരൊക്കെ അതിന് ശരിവെച്ചു. ഉള്ളിൽ തൊടിയൊട്ടുന്ന സന്തോഷം പ്രകടിപ്പിക്കാതെ ഷിയാബ് വീണ്ടും ഭക്ഷണം കഴിക്കലിലേക്ക് ശ്രദ്ധ തിരിച്ചു. ആദ്യം ആശയും കണ്ണെടുക്കാതെ അവിടെ ഹിറ്റ്ലറിന്റെ ചമ്മിയെ മുഖം നോക്കിയിരുന്നു. കോളേജിലേക്ക് പോകാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതും ഷിയാബുണ്ട് എന്തോ ആലോചനയിൽ തേരാപ്പാർ അലയുന്നു. ആ കാഴ്ച കണ്ട് ആദിക്കും ആഷിക്കും ചിരിപൊട്ടി വന്നു. തന്നെ കളിയാക്കിയാണെന്ന് മനസ്സിലായതും അവൻ അവരുടെ അടുത്തേക്ക് നടന്നു വന്ന് രണ്ടുപേരുടെയും ചെവിയിൽ പിടുത്തമിട്ടു. ഇക്ക! രണ്ടാളും ഒരുപോലെ നെരിവലിച്ചു. ഇക്കയോ? അവ ഹിറ്റ്ലറോ? ഞാൻ ഹിറ്റ്ലറാണല്ലേ, രണ്ടിനെ ഞാൻ ശരിയാക്കി തരാം. ഒന്നുകൂടി പിടിച്ച് ഞെരിച്ച ശേഷം തന്റെ വിരലുകൾക്കുള്ളിൽ നിന്ന് അവൻ ആ ചെവികളെ മോചിപ്പിച്ചു. മുഖത്ത് നീരസം മറച്ചു വെക്കാതെ രണ്ടാളും ഷിയാബിനെ തല ഉയർത്തി നോക്കി പേടിപ്പിക്കാതെ വേഗം വിട്ടോ. പിന്നെ ഒരു ലൈസൻസ് കയ്യിൽ കിട്ടിയെന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ അവനെയും വായി നോക്കി ഇരിക്കേണ്ട നീ. കല്യാണത്തിന് സമയം ഇനി ഒരുപാടുണ്ട്. ഒരു കുസൃതി ചിരിയോടെ ഷിയാബ് ആദ്യം വിളിച്ച് ഓർമ്മിപ്പിച്ചു. പിന്നെ ഞാൻ നല്ലോണം പഠിക്കും, നല്ല മാർക്കോടെ പാസ്സാവുകയും ചെയ്യും. നിങ്ങൾ നോക്കിക്കോളി. കണ്ടാ മതി. കോളേജ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ഓരോ വിശേഷങ്ങളും ചോദിച്ച് എല്ലാവരും അടുത്തുകൂടാൻ തുടങ്ങിയിരുന്നു. സാറുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. അല്ല എന്ന് പറഞ്ഞിട്ടും ചിലരൊക്കെ സംശയത്തോടെ ഓരോന്ന് കുത്തി ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനുമുള്ള ഉത്തരം കൊടുത്ത് ആദ്യം അടുത്തു. സ്റ്റെപ്പ് കയറി കോളേജ് അങ്കണത്തിലേക്ക് എത്തിയതും ബുള്ളറ്റും ചാരിന്ന് ഫോണിൽ തോന്നുന്ന സാറിനെയാണ് അവർ കാണുന്നത്. അതേ സമയത്ത് തന്നെയാണ് അവനും തലയുയർത്തി അവർക്ക് നേരെ നോക്കുന്നത്. തമിഴ് കണ്ടതും ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലേക്ക് തിരികെ അവൻ അവർക്ക് നേരെ നടന്നു ചെന്നു. ഗുഡ് മോർണിംഗ് സർ. ആഷി അയാളെ വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് ആഷിഖ്. നിങ്ങൾ സംസാരിക്കുക, ഞാൻ ക്ലാസ്സിലുണ്ടാവും. അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ഫെബി തടഞ്ഞു. വേണ്ട, ഞാൻ ഇതൊക്കെ കൊടുക്കാനെന്നാ എന്ന് പറഞ്ഞ ആ പോക്കറ്റിൽ സൂക്ഷിച്ച സിം കാർഡ് എടുത്ത് ആദിക്ക് നേരെ നീട്ടി. ഉമ്മയുടെ നമ്പർ ഞാൻ തരാം. സിം ആക്ടിവേറ്റ് ആയിട്ട് നീ വിളിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ വീട്ടിലേക്ക് അവർ സമ്മതിക്കില്ല. ഞാൻ വിളിച്ചോളാം സർ. സിം റെഡി ആയപ്പോൾ തന്നെ വിളിച്ച് സംസാരിച്ചോളാം. ഓക്കെ. ഇവിടെ വട്ടം തിരിയാൻ നേരെ ക്ലാസ് കയറി കേട്ടോ. ശരി സർ. ആ ഒരു ഇരുഭാഗങ്ങളിലേക്കായി തിരിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് രണ്ടാം നിലയുടെ മുകളിൽ അസൂയയോടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. റിൻഷ. ആദ്യയും സാറിനെയും തന്നെ ഉറ്റുനോക്കി വീക്ഷണം നടത്തുന്ന നേരത്താണ് അടുത്തുനിന്നൊരു അടക്കി ചിരി അവൾ കേൾക്കുന്നത്. പെട്ടെന്ന് ഓട്ടം തെറ്റിച്ചപ്പോൾ അത് തന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് മനസ്സിലായി. വായും പൊത്തിപ്പിടിച്ച് അവൻ നിന്ന് കുലുങ്ങി ചിരിക്കുന്നു. എന്താടാ? ആളുടെ കണ്ണുകളിൽ ദേഷ്യം ഉടലെടുത്തു. അല്ലേ, എന്തായിരുന്നു ചിലരുടെയൊക്കെ ഡയലോഗ്? ഫെബിൻ സാറ് ഫെബിൻ സാറ് ഫെബിൻ സാറ് പ്രപ്പോസ് ചെയ്യുന്നതും കല്യാണം കഴിക്കുന്നവരെ പറഞ്ഞു നടക്കില്ലായിരുന്നു. എന്നിട്ട് അവസാനം തൂണും ചാരിന്നവള് ചെക്കനെയും കൊണ്ട് പോയി. ആളെ പരിഹസിച്ച് അവൻ വീണ് ചിരിച്ചുകൊണ്ടിരുന്നു. റിൻഷയുടെ ഉള്ളിലെ ദേഷ്യം കൂടുതൽ ശക്തമായി ആളിക്കത്തി. ചുവപ്പ് രാശി പടർന്ന കണ്ണുകളോടെ ആളവനെ തുറിച്ചു നോക്കി. ഇങ്ങനെ കേൾത്താൽ മാത്രം ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ? അവരുടെ കല്യാണം ആദ്യരാത്രി ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. നീ വല്ലാണ്ട് കളിയാക്കണ്ട, എനിക്ക് ഇനിയും സമയമുണ്ട്. അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്ത് ഞാൻ അവർ തമ്മിൽ അയറ്റിച്ചോളാം. പിന്നെ അങ്ങോട്ട് ചെല്ല്. സാറ് നിന്റെ കരണം നോക്കി പോക്കും. അവരുടെ എൻഗേജ്മെന്റ് ഫോട്ടോസ് നീ കണ്ടതല്ലേ? എന്താ ഒരു ഒത്തൊരുമ, പെർഫെക്റ്റ് മാച്ചാ. ആരും അറിയാതെ ഇത്രയും കാലം അവർ പ്രണയിച്ചാണെന്നാണെന്നുള്ള അടക്കം പറച്ചിൽ വേറെയുണ്ട്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, നിന്റെ ഉദ്ദേശം ഇനി നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ പരിപ്പ് ഉപയോഗിക്കാൻ വെച്ച വെള്ളമോളങ്ങ് മാറ്റി വെച്ചേര്.
അവസാനത്തെ ഡയലോഗ് ഒരു താക്കീതെന്ന പോലെ പറഞ്ഞ് അവനവളുടെ അടുത്തുനിന്ന് സ്ഥലം കാലിയാക്കി. എല്ലാം കൂടിയായപ്പോൾ റിൻഷക്കാകെ പെരുത്തേറാൻ തുടങ്ങി. ആദിയുടെ മുഖോർക്കും തോറും അവളിൽ ഒരു തരം വെറുപ്പ് നുരഞ്ഞു പൊന്തി. കുട്ടയിലേക്ക് മെറ്റൽ കോരി നിറക്കിയായിരുന്നു അമ്മദിക്ക. അപ്പോഴാണ് പുഞ്ചിരിയോടെ തന്നെ നേർക്കി വരുന്ന ആളിനെ അയാൾ കാണുന്നത്. തലയിലേക്ക് എട്ടൂരി ഉടുമുണ്ട് താഴ്ത്തിയിട്ട് ആ വൃദ്ധൻ അയാളുടെ ബഹുമാനം പ്രകടിപ്പിച്ചു. മോനെ, എന്താ ഇവിടെ? തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഷിയാബിനോട് ശബ്ദം താഴ്ത്തി വളരെ മാന്യമായി അയാൾ ചോദിച്ചു. നിങ്ങളൊന്ന് കാണാമെന്നാ? നിറപുഞ്ചിരിയോട് അവൻ മറുപടി നൽകി. എന്തേ, പറമ്പിൽ വല്ല ജോലിയുണ്ടോ? ഇല്ല, അതിനല്ല, ഇത് വേറെ കാര്യത്തിനാ. വിരോധമില്ലെങ്കിൽ നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കായിരുന്നു. അതിനെന്താ മോനെ, ബാ നമുക്ക് അങ്ങോട്ട് നിൽക്കാം. ആ രണ്ടുപേരും കൂടെ ഒരല്പം മാറി നിന്നു. എന്താ മോനെ, എന്തേലും പ്രശ്നമുണ്ടോ? അത് ഷിഫയോ? എൻ്റെ മോൾക്ക് എന്ത് പറ്റി? അവൾക്കൊന്നും പറ്റിയതില്ല. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുക അവള്. അവൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ അയാളൊരു നടുക്കമുണ്ടാക്കി. മോൻ പൊറുക്കണം, അവള് വിവരമില്ല എന്തോ പറഞ്ഞു പോയതാ. അറിയിക്കാത്താണ് ആഗ്രഹിച്ചെന്ന് എൻ്റെ കുട്ടിയെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ഇതിൻ്റെ പേരിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇതിൻ്റെ ഒരു അപേക്ഷയായി കൂട്ടിയാൽ മതി. നിറകണ്ണുകളോടെ അയാൾ അവന് മുമ്പിൽ കൈകൂപ്പി. കണ്ണു നിറച്ച് തന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഉപ്പയെ കണ്ടതും ഷിയാബിന് വല്ലാത്ത അലിവ് തോന്നി. ആ കൈകളിലേക്ക് അവൻ തന്റെ കരം ചേർത്ത് പിടിച്ചു. എന്താ ഇത്? ഞാൻ വന്ന കാര്യം തികച്ചും പറഞ്ഞില്ലല്ലോ ഉപ്പ. അതിനു മുമ്പ് ഇന്ന് കൈകൂപ്പുന്നു. എനിക്ക് അവളെ ഇഷ്ടമാണ്. വിവാഹം കഴിച്ചു തരുമെന്ന് ചോദിക്കാൻ വേണ്ടിയാ ഞാനിപ്പോൾ ഉപ്പയെ കാണാൻ വന്നിട്ടുള്ളത്. എന്റെ വീട്ടിൽ ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. എല്ലാവർക്കും താല്പര്യ. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ ഉമ്മയും കൂടി എനിക്കൊന്ന് അവിടെ വരെ വരായിരുന്നു. മോനെ, എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കിത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഞങ്ങളുടെ അവസ്ഥ അറിയാലോ. നിങ്ങളെപ്പോലെയൊന്നും. ഉപ്പാ പ്ലീസ്, പറഞ്ഞു മുഴുമിക്കാൻ സമ്മതിക്കാതെ ഇടയിൽ കയറി തടഞ്ഞു. ഷിഫ എന്ന ഭാര്യയ്ക്ക് കൈപിടിച്ചിരുന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഉപ്പയെ കാണാൻ ഇവിടെ വരെ വന്നിട്ടുള്ളത്. മറ്റൊന്നിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം നമുക്കില്ല. എല്ലാവരും പടച്ചവന്റെ പടപ്പുകളാ. ആരും ഒന്നും സ്വന്തമായി കൊണ്ടുവന്നല്ല. അവൻ കനിഞ്ഞുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അർഹതയില്ലാത്ത ആളോ എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് ആദ്യമേ അങ്ങ് എടുത്തു കളഞ്ഞേക്ക്. അവന്റെ പക്വതയേറിയ വാക്കുകൾ ഉപ്പയുടെ കണ്ണുകൾ ഒരിക്കൽ കൂടി ഈറനണിയിച്ചു. അരേറും തറവാടിന്റെ മഹിമകൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു അനുഭവം അയാൾക്ക് ആദ്യമായിട്ടായിരുന്നു. പറൂപ്പ, ഞാൻ വന്നോട്ടെ. ഷിഫേന്റെ ഉമ്മയൊന്ന് കാണിക്കാനാ. ഉമ്മക്ക് അവൾ ഇഷ്ടപ്പെട്ട നിക്കാഴ്ച ഞാൻ കൂടെ കൂട്ടും. എനിക്കെന്ത് സമ്മതക്കേട് മോനെ. ഇതിലും വലിയൊരു ഭാഗ്യന്റെ കുട്ടിക്ക് ഇനി വരാനുണ്ടോ? അവളെങ്കിലും രക്ഷപ്പെട്ടെന്നാ എൻ്റെ ആഗ്രഹം. ഉപ്പ പറഞ്ഞു കേട്ട് ഷിയാബിന്റെ മുഖം തെളിഞ്ഞു. എന്നാ ബാക്കി കാര്യങ്ങൾ അറിയിക്കാൻ കേട്ടോ. ആ പിന്നെ, ഞാൻ വീട്ടിലെത്തിയോടെ മുമ്പിൽ വന്ന് നിൽക്കുന്നവരെ ഞാനാണ് അവളെ കാണാൻ വരുന്ന ചെക്കനെന്ന് ഒരിക്കലും അവളെ അറിയിക്കരുത്. അത് അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അതിന് മറുപടിയായി ഉപ്പ എന്ന് പുഞ്ചിരിച്ചു. എന്നാ ശരി ഉപ്പ, ഇപ്പൊ ഞാൻ പൊക്കോട്ടെ. വൈകാതെ നമുക്ക് കാണാം. ശരി മോനെ. തിരിഞ്ഞടക്കാൻ നോക്കുന്നതിൽ ഉപ്പ അവൻ ഒന്നുകൂടെ വിളിച്ചു. മോനെ. എന്തോപ്പാ? ചില രാത്രികളിലൊക്കെ അഗാധമായിട്ടുള്ള ആലോചനയിലാണ്ടിരിക്കുന്ന കാണുമ്പോൾ നിനക്ക് എന്താ ഇത്ര ചിന്തിച്ചു കൂട്ടാണെന്ന് ഞാൻ എൻ്റെ മോളോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ അവൾ പറയും, എനിക്കൊരു രാജകുമാരനെ ഇഷ്ടമാണ്, ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ. പിന്നെ കാണാം ആ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞു വരുന്നത്. അതിൻ്റെ കാരണം തിരക്കുമ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം എൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. രാജകുമാരൻ എന്നെ ഒരിക്കലും സ്വീകരിക്കാൻ തയ്യാറില്ലെന്നായിരുന്നു അവളുടെ മറുപടി. പക്ഷേ അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. മോനെക്കുറിച്ച് അവൾ പറഞ്ഞിരുന്നത്. മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ട് നിന്നെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലെന്നൊരു വേദന അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്തായാലും ഇതറിയുമ്പോൾ എൻ്റെ മോൾക്ക് നീതി കിട്ടിയ സന്തോഷമായിരിക്കും. പറഞ്ഞുകൊണ്ട് ഉപ്പ അവനെ നോക്കി ഒന്നുകൂടി നിറഞ്ഞു പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ പങ്കുചേരാൻ അവനും മടിച്ചില്ല. ശേഷം ഉപ്പയോട് പറഞ്ഞ അവിടുന്ന് വീട്ടിലേക്ക് മടങ്ങി. ഡ്രൈവ് ചെയ്യുമ്പോൾ ഉടനീളം അവൻ്റെ മനസ്സിൽ ഉപ്പ പറഞ്ഞ ആ കഥയായിരുന്നു. രാജകുമാരനെ കിട്ടില്ലെന്ന് വിചാരിച്ച് കണ്ണു നിറച്ച ഒരു പാവം പെൺകുട്ടിയുടെ കഥ. ഞാൻ അവോയ്ഡ് ചെയ്തതിൻ്റെ പേരിലാണല്ലോ അവളുടെ കണ്ണുകൾ നിറഞ്ഞെന്നോർത്ത് അവൻ്റെ ഉള്ളം ചെറുതായി ഒന്ന് പിടഞ്ഞു. ഇനി വിഷമിക്കേണ്ട പെണ്ണേ. 2-3 ദിവസം അതിനുള്ളിൽ എല്ലാ വേദനകളും തീർക്കാനായി ഞാൻ വരുന്നുണ്ട് നിന്റെ അടുത്തേക്ക്. എന്നിട്ട് രാജകുമാരന്റെ രാജകുമാരിയാക്കി നിന്നെ എൻ്റെ കൂടെ കൂട്ടും ഞാൻ. ഓർത്തപ്പോൾ മനസ്സിലേക്ക് മഞ്ഞാണങ്ങൾ വീഴുന്ന പോലെ തോന്നി അവന്. ക്ലാസ് കഴിഞ്ഞ് വരാന്തയിലൂടെ നടക്കുമ്പോൾ അറിയാതെ തന്നെ ആദിയുടെ കണ്ണുകൾ സ്റ്റാഫ് റൂമിലേക്ക് ഓടിപ്പോയി. അവിടെ ആകമാനൊന്ന് വീക്ഷിച്ചെങ്കിലും സാറിനെ കണ്ടില്ല. ആ ഒരു സ്റ്റെയർ ഇറങ്ങി താഴേക്ക് നടന്നു. വണ്ടി അവിടെ കാണുന്നുണ്ട്. പിന്നെ സാർ ഇതെങ്ങോട്ട് പോയി? ആഷി, സാറ് ഉമ്മയുടെ നമ്പർ തരാന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ. ഇപ്പൊ പോയി ചോദിക്കണോ അതോ നാളെ വാങ്ങിയാൽ മതിയോ? വാങ്ങിച്ചിട്ട് പോയാൽ മതി, സാറ് ചിലപ്പോൾ മറന്നായിരിക്കും. നീ വന്നേ. ആദിയുടെ കയ്യിൽ പിടിച്ചവൻ തിരികെ മുകളിലേക്ക് തന്നെ ഓടിക്കയറി. സ്റ്റാഫ് റൂമിൽ സാറിനെ കാണാത്തതിനെ തുടർന്ന് മറ്റു ടീച്ചേഴ്സിനോട് അന്വേഷിച്ചു. ഒരു മൂലയിലേക്ക് മാറി എന്തോ പേപ്പേഴ്സ് ചെക്ക് ചെയ്യായിരുന്ന ഫെബിയെ ടീച്ചർ അവർക്ക് ചൂണ്ടിക്കാണിച്ചു. വാ. ആഷി ആദ്യം കൂടി സാറിനരിയിലേക്ക് നടന്നു. സർ. ആര് വിളിച്ച അയാൾ പേപ്പറിൽ നിന്ന് തലയുയർത്തി നോക്കി. ആ, നിങ്ങൾ പോയില്ലായിരുന്നോ? നമ്പർ തരാനായിട്ട് സാർ തന്നില്ലല്ലോ, അത് വാങ്ങിക്കാനാ വന്ന്. ഓ സോറി, ഞാനത് മറന്നു.
അയാൾ വേഗം ഒരു കഷ്ണം പേപ്പർ എടുത്ത് അതിലേക്ക് ഉമ്മയുടെ നമ്പർ എഴുതി ചേർത്ത് എന്നിട്ട് ആദ്യയുടെ നേർക്ക് നീട്ടി. ആളത് വാങ്ങി അതിലൂടെ ഒന്ന് കണ്ണോടിച്ച ശേഷം മടക്കി ബാഗിലേക്ക് വെച്ചു. ഞങ്ങൾ പോയിക്കോട്ടെ സാർ. ആ ശരി, വേഗം വിട്ടോ. സാറ് സമ്മതം പറഞ്ഞു. അവർ തിരികെ നടന്നു. ആദിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ വല്ലാത്തൊരിടങ്ങേറ് തോന്നി. ഇത്രയൊക്കെ ആയിട്ട് എന്നെ കണ്ട ബാമ്പൂല മുഖത്ത് വന്നില്ലല്ലോ. സാറിന് എന്നെ ഒട്ടും ഇഷ്ടമല്ലേ? ഇനി ആശി കൂടെ ഉണ്ടായിട്ടാണോ ഒന്നും മിണ്ടാതിരുന്ന്? എന്നാലും ഒരു നോട്ടം കൊണ്ടെങ്കിലും പരിഗണിക്കാമായിരുന്നു. പോട്ടെ, സാരമില്ല. ഇഷ്ടമില്ലെന്ന് ആദ്യമേ തന്നെ തുറന്നു പറഞ്ഞാണല്ലോ. ആഗ്രഹിക്കാൻ പോയ ഞാനാണ് തെറ്റുകാരി. ആശിയുടെ കയ്യിൽ കോർത്ത് പിടിച്ചുകൊണ്ട് ആടിയാടി നടന്നു പോകുന്ന ആദിയെ ഒരു വേള ഫെബി നോക്കി നിന്നുപോയി. ശേഷം കണ്ണുകൾ പിൻവലിച്ച് അവൻ തന്റെ ജോലിയിലേക്ക് തന്നെ മടങ്ങി. വൈകുന്നേരം ശ്യാബ് തന്നെ ജിപ്സിയുമായി റോഡരികിൽ കാത്തിരുന്നു. ഇടയ്ക്കിടെ വാശിലേക്ക് നോക്കി ഷിഫയുടെ ബസ് എത്താറായും തീർച്ചപ്പെടുത്തുന്നുണ്ട്. ഇനി മിനിറ്റുകൾ കൂടെ ബാക്കിയുള്ളെന്ന് മനസ്സിലായതും ഒരു കുസൃതി തോന്നിയിട്ട് അവൻ ജീപ്പിൽ നിന്നിറങ്ങി കടയിലേക്ക് നടന്നു. ഇക്ക, എന്താ മോനെ, എന്താ വേണ്ടേ? നാരങ്ങ ഇക്ക? ആ ഉണ്ടല്ലോ. അയാൾ കുപ്പി ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അത് മുഴുവൻ ഒരു പേപ്പറിലേക്ക് ഞാൻ പൊതിഞ്ഞെടുത്തോളൂ, ആവശ്യമുണ്ട്. ശരി മോനെ. ശ്യാവ് പറഞ്ഞ പ്രകാരം മുഴുവനും പൊതിഞ്ഞ അയാൾ അവനെ ഏൽപ്പിച്ചു. അത് വാങ്ങിച്ച കാശും കൊടുത്ത് ആ വണ്ടിയിലേക്ക് തന്നെ കയറിയിരുന്നു. അപ്പോഴേക്കും ഷിഫയുടെ ബസ് മുന്നിൽ വന്ന് നിർത്തിയിരുന്നു. ബസ്സിൽ നിന്നിറങ്ങിയത് മുന്നിൽ ഷിയാബ് ഇരിക്കുന്നു. ഷിഫ അവനെ നോക്കി മുഖം കൊണ്ട് കോക്രി കാണിച്ചു. അതുകൊണ്ട് അവനവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചെങ്കിലും ഒട്ടും മൈൻഡാക്കാതെ അവൾ കടയുടെ അടുത്തേക്ക് കയറിപ്പോയി. ഇക്ക, എന്റെ പതിവെടുത്തോളൂ കേട്ടോ. എന്താ മോളെ, നാരങ്ങ മിഠായിയാണോ? അത് തന്നെ. മിഠായി കഴിഞ്ഞല്ലോ, എല്ലാം താ നമ്മൾ ശ്യാമോ വാങ്ങിച്ചുകൊണ്ടുപോയി. കടക്കാരൻ പറഞ്ഞു കേട്ട് അല്പം കെറുവോടെ അവൾ ഷിയാബിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ പ്രവൃത്തികളെല്ലാം വീക്ഷിച്ചുകൊണ്ട് അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഷിഫ ഇറങ്ങി അവന്റെ നേരെ നടന്നു. നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ മിഠായി മുഴുവൻ വാങ്ങിച്ച്? ചോദിച്ചുകൊണ്ട് അവൾ മുഖം കൂർപ്പിച്ചു. മറുപടിയൊന്നും പറയാതെ അവൻ വേഗം പൊതി തുറന്ന് 5-6 മിഠായി എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇന്നാ, ഇതില്ലാണ്ട് നിനക്കിനി ഉറക്കം വരാതിരിക്കണ്ട. ഷിഫയുടെ മുഖം തെളിഞ്ഞു. അവൾ വേഗം കൈ നീട്ടിയത് വാങ്ങിച്ചു ഒരെണ്ണെടുത്ത് വായിലേക്ക് ഇട്ടു. ശ്യാബ് സ്വല്പം കൗതുകത്തോടെ അവളെ തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് മിഴികൾ ഉയർത്തി അവൾ അവനെ നോക്കുന്നത്. കയറിക്കോ, ഇതിൽ യാത്ര ചെയ്യണമെന്നുള്ളത് നിന്റെ ഒരു ആഗ്രഹമല്ലായിരുന്നോ? ഷിഫയുടെ കണ്ണുകൾ ഒന്നുകൂടെ തിളങ്ങി. വിശ്വാസം വരാത്ത പോലെ അവൾ ഷിയാബിനെ തന്നെ മിഴിച്ചു നോക്കി. ഹാ, കയറിക്കൂടി. കാര്യമായിട്ട് പറയാണോ? അത് കേട്ടത് രണ്ടാമത് ആലോചിക്കാൻ നിൽക്കാതെ അവൾ വണ്ടിക്കകത്തേക്ക് ചാടി കയറി. പോവാ എന്നും പറഞ്ഞ് അവനെ നോക്കി നന്നായിരുന്നു പല്ലിളിച്ചു. യാത്രയിലുടനീളം വാടച്ചു വെക്കാതെ കളകളാരവം പാടിക്കൊണ്ടിരുന്നു. എല്ലാം ആസ്വദിക്കുന്നുണ്ടെങ്കിലും വലിയ മൈൻഡില്ലാത്ത പോലെ അവൻ ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒടുക്കം അവളുടെ കൊച്ചു വീടിനുമ്പിൽ ആ വാഹനം ചെന്ന് നിന്നു. വണ്ടി നിർത്തിയതും അവൾ അതിൽ നിന്ന് ഇറങ്ങി. ആദ്യം ക്ഷണിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, നിങ്ങളവിടുത്തെ പോലെ സൗകര്യങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല, അതുകൊണ്ട് ഇഷ്ടപ്പെടില്ല. അവളുടെ പറച്ചിൽ കേട്ട് അവനൊന്ന് പുഞ്ചിരിക്കുവാൻ ചെയ്തു. എന്നാ ഞാൻ പോയിക്കോട്ടെ. നിക്ക്, അടുത്ത ഞായറാഴ്ച എൻ്റെ പെണ്ണ് കാണല. ഷിയാബ് പറഞ്ഞു കേട്ടതും അവളുടെ നെഞ്ചിലൊരു കൂരമ്പ് വന്ന് തറച്ചു. എന്തും മറുപടി കൊടുക്കണമെന്നറിയാതെ ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കി നിന്നു. എന്റെ മനസ്സിലൊരു പെൺകുട്ടിയോട് പ്രണയം ഉണ്ടായിരുന്നു. അവളും എന്നെ ജീവനതുല്യം സ്നേഹിക്കുന്നുണ്ട്. ഞാനെന്ന് പറഞ്ഞ അവൾക്ക് ജീവനാ, ഒരു പാവം പെണ്ണ്. എനിക്കൊരിക്കലും അവളെ വേദനിപ്പിക്കാനോ ഉപേക്ഷിക്കാനോ കഴിയില്ല. ഉമ്മയുടെ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് 100 വട്ടം സമ്മതം. അതുകൊണ്ട് തന്നെ ഇനി വെച്ച് താമസിപ്പിക്കേണ്ടത് ഞാൻ തീരുമാനിച്ചു. നിനക്കെന്ത് തോന്നുന്നു? നല്ലതാ, സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിക്കട്ടെ. ഹൃദയത്തിനകത്ത് ചോര പൊടിയുന്ന വേദന അനുഭവപ്പെട്ടെങ്കിലും തെല്ലും പുറത്തേക്ക് കാണിക്കാതെ ഒരു ഇത് അവൾ പറഞ്ഞൊപ്പിച്ചു. എങ്കിലും ഷിയാബിന് അവിടെ ഉള്ളം വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ പോയിക്കോട്ടെ. ആ ശരി, പിന്നെ കല്യാണം പെട്ടെന്നുണ്ടാവും, ഞാൻ വിളിക്കുന്നുണ്ട്, വരണം. അതിന് മറുപടി അവളൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ശേഷം തിരിഞ്ഞടന്നു. കണ്ണുകൾ അനുസരണയില്ലാതെ കവിഞ്ഞൊഴുകി. പുറകിൽ ഷിയാബിന്റെ വാഹനം പോകുന്ന ശബ്ദം കേട്ടതും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാൻ ഉള്ളമല്ലാതെ വെമ്പി. അരുതെന്ന് മനസ്സിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് അവൾ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.